നമ്മൾ നേരത്തെ കണ്ണൂരിലെ വളപട്ടണത്തെ വ്യാപാരിയുടെ അഷറഫിന്റെ വീട്ടിലെ മോഷണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ മോഷണ കേസിൽ 300 പവനും 1 കോടിയും എങ്ങനെയാണ് ഈ പ്രതി അയൽവാസിയായ ലിജീഷ് മോഷ്ടിച്ചത് എന്നത് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. നമ്മൾ അർജുൻ കല്യാൺ അവിടെയുണ്ട്. മോഷണം നടന്ന വീടിൻ്റെ ഉടമസ്ഥനായ അഷറഫിൻ്റെ അയൽവാസിയായ ലിജീഷിനെയാണ് പോലീസ് സമർത്ഥമായി പിടികൂടിയത്. പ്രതിയിൽ നിന്ന് സ്വർണവും പണവും പോലീസ് കണ്ടെടുത്തു. ലിജീഷിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇയാൾക്ക് കൂടുതൽ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അർജുൻ കല്യാൺ ചേരുന്നുണ്ട്. വളപട്ടണത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അർജുൻ നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, കാര്യങ്ങളൊന്ന് വിശദീകരിച്ചാട്ടെ. എങ്ങനെയാണ് ലിജീഷ് ഈ അഷറഫ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി ആ CCTVകളെ വെട്ടിച്ച് വീട്ടിനുള്ളിൽ കയറിയത്? പോലീസിന് സംശയം തോന്നാൻ എന്താണ് കാരണം? എന്താണ് ലിജീഷിലേക്ക് പോലീസിനെ എത്തിച്ചത്? അർജുൻ കല്യാൺ. അരുണെ, തണുത്ത പ്രഭാതത്തിലും കണ്ണൂരിലെ വാർത്തകൾക്ക് ചൂടാണ്. അതായത് ഈ ലിജീഷ് ഈ 300 പവനും 1 കോടിയിലേറെ രൂപയും പിടികൂടിയിട്ടുള്ള ലിജീഷ് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കവർച്ച നടത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം വളരെ ആസൂത്രിതമായാണ്, തെളിവുകളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ കാര്യമായ രീതിയിൽ ഉണ്ടായിരുന്നില്ല. CCTV ആ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ കൂടി അതിനകത്ത് കാര്യമായ രീതിയിൽ ഒരു ദൃശ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില സൂചനകൾ, CCTVയിലുള്ള ഒരു അവ്യക്തമായിട്ടുള്ള ചില സൂചനകൾ മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ആ സൂചനകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് പിന്നീട് ലിജീഷിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ KP അഷ്റഫിൻ്റെ വീടിനോട് ചേർന്നുള്ള വീട്ടിൽ തന്നെയാണ് ഈ ലിജീഷ് താമസിക്കുന്നത്. ലിജീഷ് ഈ മോഷണം നടത്തണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് മോഷണം നടക്കുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ അല്ലെങ്കിൽ ഈ വീടും പരിസരവും എല്ലാം കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചിരുന്നു. അതായത് ഇവിടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് CCTV ഉള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് മോഷണം നടത്തണം, ഈ ലോക്കർ സംവിധാനം ഉൾപ്പെടെ ഏത് മുറിയിലാണ് എന്നുള്ള ചില സൂചനകൾ ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത്. പോലീസിന് ഈ ലിജീഷിലേക്ക് എത്താനുള്ള ആദ്യഘട്ടം ഈ പോലീസ് നായ ഉൾപ്പെടെ സമീപത്തെ റെയിൽവേ ട്രാക്കിലേക്കൊക്കെ സഞ്ചരിച്ചിരുന്നു. അതിനുശേഷം വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം വരുന്ന ദൂരത്തിലാണ് ഈ ഒരു 200-250 മീറ്റർ ഈ നടന്നു പോകണം. അവിടെ റെയിൽവേ ട്രാക്കാണ്. റെയിൽവേ ട്രാക്കിൽ നിന്നും ഒരു 800-900 മീറ്ററോളം തന്നെ സഞ്ചരിച്ചാൽ മാത്രമാണ് വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി കഴിയുക. അങ്ങനെ ഈ പോലീസ് നായ സഞ്ചരിച്ചതുകൊണ്ട് തന്നെ പോലീസിന് ഒരുപാട് സംശയമായിരുന്നു. അതായത് ഇങ്ങനെ പ്രതി റെയിൽവേ സ്റ്റേഷൻ മുഖാന്തരം എവിടത്തേക്കെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് ഒരുപാട് സംശയമുണ്ടായിരുന്നു. പക്ഷേ പോലീസിന് ഏറ്റവും കൂടുതൽ ഒരു അന്വേഷണം നടത്തിയത് ഈ ലോക്കർ സംവിധാനം വളരെ എളുപ്പത്തിൽ അങ്ങനെ പൊളിച്ചു മാറ്റാൻ വേണ്ടി കഴിയുന്നതല്ല. അതായത് ലോക്കർ സംവിധാനം ഒരു കാരണവശാലും അങ്ങനെ വളരെ പെട്ടെന്ന് പൊളിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെ ഇളക്കി മാറ്റാനോ ഒന്നും കഴിയുന്നതല്ല. അതായത് വളരെയധികം നൂതനമായിട്ടുള്ള സംവിധാനത്തോടു കൂടിയുള്ള ഒരു ലോക്കർ സംവിധാനമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതിലാണ് ഈ 300 പവൻ സ്വർണവും 1 കോടിയിലേറെ രൂപയുമെല്ലാം സൂക്ഷിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ലോക്കർ സംവിധാനത്തെ പറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ലോക്കറിനെ പറ്റി, ലോക്കർ ഉണ്ട് എന്നുള്ള കാര്യത്തിലെല്ലാം പറ്റിയുള്ള ചില സൂചനകളുള്ള ആരെങ്കിലുമാണ് ഇങ്ങനെ ഒരു മോഷണം നടത്തിയിട്ടുണ്ടാവുക എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് പോലീസ് എത്തി. അങ്ങനെയാണ് ഈ പരിസര പ്രദേശങ്ങളിലുള്ള മറ്റു CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നത്. അതിൽ നിന്നും ചില തെളിവുകൾ പോലീസിന് ലഭിച്ചു. അങ്ങനെ പിന്നീട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ലിജീഷിലേക്ക് അന്വേഷണം എത്തുന്നത്. ലിജീഷിലേക്ക് അന്വേഷണം എത്തിയ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ഒന്നും ചെയ്തില്ല. ലിജീഷിൻ്റെ ഫോൺ നമ്പർ ശേഖരിച്ചു. അത് കൃത്യമായ രീതിയിൽ തന്നെ ട്രാക്ക് ചെയ്തു. പിന്നെ ഒരു 3 ദിവസത്തോളം തന്നെ ലിജീഷിനെ നിരീക്ഷണത്തിലായിരുന്നു, പോലീസിൻ്റെ നിരീക്ഷണത്തിലായാലും ലിജീഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസിൽ നിന്നും അത്തരം ചില സൂചനകൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ലിജീഷിൻ്റെ ഫോൺ നമ്പറും ടവർ ലൊക്കേഷനും എല്ലാം പോലീസ് ശേഖരിക്കുന്നത്. അതിന് പുറമെ ഈ പോലീസിന് ലഭ്യമായിട്ടുള്ള CCTVയിലെ അവ്യക്തമായിട്ടുള്ള ഒരു CCTV ദൃശ്യത്തിൽ ടീഷർട്ട് ധരിച്ചിട്ടുള്ള ഒരാളാണ് മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിരുന്നു. മുഖംമൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ CCTVയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ടീഷർട്ടായിരുന്നു ഈ ലിജീഷ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ലിജീഷാണ് എന്നുള്ള വിവരം പോലീസിനില്ല. പക്ഷേ അത്തരത്തിൽ മറ്റ് ചില CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചു. അതായത് കടന്നു വരുന്ന വഴികളിലുള്ള CCTV ദൃശ്യങ്ങൾ, സമീപത്തുള്ള മറ്റ് ചില വീടുകളുടെ CCTV ദൃശ്യങ്ങൾ, ഇതിലെല്ലാം തന്നെ ഇത്തരത്തിൽ ലിജീഷ് ഈ ടീഷർട്ട് ധരിച്ചിട്ടുള്ളതായ ചില തെളിവുകൾ പോലീസിന് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിജീഷിലേക്ക് അന്വേഷണം നീണ്ടു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ മൊബൈലിലെ ചില തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചു. അങ്ങനെ ലിജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീടാണ് മൊബൈൽ രേഖകൾ, മൊബൈലിലുള്ള ചില ഫോൺ വിളികളും കാര്യങ്ങളുമെല്ലാം തന്നെ സംശയിക്കുന്ന
അന്വേഷിക്കുന്നത്. ഈ അർജുൻ, അങ്ങനെ ലിജീഷിന് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്താണ് പോലീസിന്റെ ഒരു നിഗമനം? മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ലജീഷിലേക്ക് എത്തിയത്. ലജീഷ് ഒരു വെൽഡിംഗ് തൊഴിലാളി കൂടിയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു ജനൽ കമ്പി അങ്ങനെ തന്നെ മുറിച്ചു മാറ്റി, ഒരു ജനൽപ്പാളി അങ്ങനെ തന്നെ അടർത്തി മാറ്റിയാണ് വീടിനകത്തേക്ക് ലജീഷ് കടക്കുന്നത്. അപ്പോൾ ലജീഷിൻ്റെ ഈ തൊഴിൽ വൈദഗ്ധ്യം കൂടി ഈ ഒരു മോഷണത്തിന് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. അതായത് ലോക്കർ സംവിധാനം ഉൾപ്പെടെ തകർക്കുന്നതിന് അത് സഹായകമായി എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുകയും ചെയ്യുന്നത്. ഓക്കെ അർജുൻ, ഞാൻ ചോദിച്ചത് കേൾക്കാമെങ്കിൽ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലിജീഷ് എങ്ങനെയായിരിക്കും അതിനുള്ളിൽ കടന്നിട്ടുണ്ടാവുക? വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് ആ അലമാരയുടെ ഒരു ഭാഗം മുറിച്ചു മാറ്റി, അദ്ദേഹത്തിന് ജനലിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റി കടക്കാൻ സാധിച്ചിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും ഈ ലിജീഷ് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ അർജുൻ? പോലീസിന്റെ ഒരു കണക്കുകൂട്ടൽ എന്താ? അല്ല, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ലജീഷ് തനിച്ചാണോ ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് ഇനി പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു പിടിയിലായ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അങ്ങനെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് പോലീസിന് വളരെ എളുപ്പം സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ പ്രാഥമികമായി ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് ലജീഷ് മാത്രമാണ് ഈ മോഷണത്തിൽ പങ്കാളിയായിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ പോലീസ് അവിടെ ഈ പറയുന്ന അന്വേഷണം അവസാനിപ്പിക്കുന്നില്ല. തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ലജീഷിന് നമുക്കും സ്വാഭാവികമായും ഇത്രയും വലിയ അളവിൽ 300 പവനും അതുപോലെ തന്നെ ഈ 1 കോടിയിലേറെ രൂപയും ഒറ്റയ്ക്കൊരാൾക്ക് തനിച്ച് കവർന്നു കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കണം 20-ാം തീയതി മോഷണം നടക്കുന്നു. അതിനുശേഷം അന്ന് ഒരു 45 മിനിറ്റ് മാത്രമാണ് ലജീഷ് ആ വീട്ടിനകത്ത് ചെലവഴിക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ, അതായത് CCTVയിൽ എത്ര മണിക്കാണ് ഈ അവ്യക്തമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ളൊരു വ്യക്തി ഈ വീടിനകത്തേക്ക് കടക്കുന്നത്, അവിടെ നിന്ന് ഈ വ്യക്തി പുറത്തേക്ക് പോകുന്നതിൻ്റെയും അവ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ സമയം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40 മിനിറ്റ് സമയം മാത്രമാണ് ഈ വീട്ടിനകത്തേക്ക് ആദ്യത്തെ ദിവസം, അതായത് 20-ാം തീയതി ഈ വീട്ടിനകത്ത് ഉണ്ടാവുന്നത്. 21-ാം തീയതിയും ഈ പ്രതി അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം സമയം ആ വീട്ടിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാവുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ മോഷണം മുതൽ പിന്നീട് ലജീഷ് കടത്തിയതായിരിക്കാം എന്നുള്ളതാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. എന്തായാലും ഈ മോഷണം മുതൽ മറ്റെവിടത്തേക്കും ലജീഷ് അധിക ദൂരം കൊണ്ടുപോയിട്ടില്ല. ഈ റെയിൽവേ സ്റ്റേഷൻ വഴി പോയി പിന്നെ ഏതോ ഒരു വഴിയിലൂടെ തന്നെ പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അതിനുശേഷം വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഉൾപ്പെടെ ഈ പ്രതിയെ പിടികൂടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ വ്യക്തമാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം വളരെ ഉറപ്പാണ് അരുൺ, അതായത് വളരെ ആസൂത്രിതമായി സമയമെടുത്തുകൊണ്ട് വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഈ കവർച്ച നടത്തിയത്. അതായത് ആദ്യഘട്ടം മുതൽ തന്നെ വളരെ കണ്ണിങ്ങായി, അതായത് ഒരു തരത്തിൽ പോലും മറ്റ് സൂചനകൾ നൽകാത്ത രീതിയിലുള്ള ഒരു പരിശോധനയായിരുന്നു. പോലീസിൻ്റെ അന്വേഷണമാണ് ഈ ലജീഷിലേക്ക് എത്തിയിട്ടുള്ളത്. അന്വേഷിച്ചിട്ടുള്ളത് ഈ 300 പവനും 1 കോടി രൂപയൊക്കെ വീട്ടിൽ സൂക്ഷിക്കണമെങ്കിൽ വീട്ടുകാർ അറിയാതെ പറ്റുമോ? വീട്ടിനടിയിൽ, അതായത് വീട്ടിലെ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്നതായാണ് നമുക്ക് ചില വിവരങ്ങൾ ലഭ്യമാവുന്നത്. ഈ തൊണ്ടി മുതൽ 300 പവനും 1 കോടിയിലേറെ രൂപയും അവിടെ സൂക്ഷിച്ചതായാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അത് നമുക്ക് പോലീസ് തന്നെ അക്കാര്യങ്ങൾ വ്യക്തത വരുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടി ഒരു പക്ഷേ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അതൊക്കെ അതിന് അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരേണ്ടുന്ന കാര്യമാണ്. വീട്ടുകാരുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ പിന്തുണയോ അല്ലെങ്കിൽ സഹായമോ അറിവോ ഇതിനകത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത വരേണ്ടതാണെങ്കിൽ കൂടി വളരെ ആസൂത്രിതമായിരുന്നു ഈ കവർച്ച എന്ന കാര്യത്തിൽ വളരെ ക്ലിയറാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു അർജുൻ. കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ അഷറഫിൻ്റെ നേരെ വീടിന് ഓപ്പോസിറ്റ് താമസിച്ചിരുന്ന അയൽവക്കക്കാരനാണ് നമ്മുടെ ഈ ലിജീഷ്. അപ്പോൾ ഈ ലിജീഷ് അഷറഫ് മധുരയിൽ കല്യാണത്തിന് പോകുന്നുവെന്ന് മനസ്സിലാക്കി അതിസമർത്ഥമായിട്ട് ആ വീടിനുള്ളിൽ കയറിയാണ് 300 പവനും 1 കോടിയും എടുത്തുകൊണ്ട് വന്നത്. അയൽവക്കത്തിരിക്കുന്ന സ്വർണവും 1 കോടി രൂപയും അതവിടെ വെറുതെ ഇരിക്കുന്നപ്പോൾ അത് വീട്ടിലേക്ക് എടുത്ത് വെച്ചു എന്നൊരു കുറ്റം മാത്രമേ ലിജീഷ് ചെയ്തിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ മോഷണം എന്ന് പറയുന്നത്. എന്തായാലും ലിജീഷിന് മറുപടി പറയേണ്ടി വരും. ഇത് ഒറ്റയ്ക്ക് ലിജീഷ് ചെയ്യാൻ പറ്റുമോ, അതല്ല ലിജീഷിനെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? 1 കോടി രൂപയൊക്കെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അത് ചെറിയ രീതിയിൽ കവറിലിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് അന്വേഷണം ഉണ്ടാവും. അല്പസമയത്തിൽ നമുക്ക് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തും. മാത്രമല്ല ഇതൊക്കെ എത്ര കാലമായിട്ട് ഒരാൾ നോക്കിയിട്ടായിരിക്കും ഇങ്ങനെയൊരു മോഷണമൊക്കെ ആസൂത്രണം ചെയ്യുക? അതും പോലീസിനെ വട്ടം തെറ്റിക്കാൻ വേണ്ടി ചില തെളിവുകളൊക്കെ പുള്ളി തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചു. കാര്യം നേരെ സ്റ്റേഷൻ
റെയിൽവേ ലൈനിൻ്റെ ഭാഗത്തൂടെയൊക്കെ സഞ്ചരിച്ചു. പോലീസ് നായ അതുവഴിയൊക്കെയാണ് സഞ്ചരിച്ചത്. അതിനുശേഷമാണ് വീട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു കയറി വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നാട്ടുകാരെ വിളിച്ച് അറിയിച്ചിട്ട് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. കൃത്യമായ CCTV-യിൽ നിങ്ങളുടെ വീടിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാക്കുക. അതേപോലെ ഈ കാര്യങ്ങളൊന്നും ഒരുപാട് പേരെ അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ അവധിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല അയൽവക്കക്കാരാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കും. അതല്ല, ലിജീഷിനെ പോലുള്ള അയൽവക്കക്കാരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കേണ്ട പൊന്നും പണ്ടമൊക്കെ അവരുടെ വീട്ടിലിരിക്കും. പ്രത്യേകം ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവർ